ഹായ്, ഇന്നൊരു സെൻട്രൽ ഗവൺമെൻറ് സ്കീമുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡ്രോൺ ദീദി സ്കീം എന്നാണ് ആ സ്കീമിൻ്റെ പേര്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചേച്ചിമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഡ്രോൺ ദീദി സ്കീം എന്ന് പറയുന്നത്. പേരിലുള്ളതുപോലെ തന്നെ ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്കീമാണ് കേട്ടോ. വുമൺ എംപവർമെൻറ്റ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ലാഭകരമാക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ടല്ലേ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടെക്നോളജിയുടെ സാന്നിധ്യം ഈ കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഡ്രോൺ ഉപയോഗിച്ച് കൃഷി കുറച്ചുകൂടി കൂടുതൽ എളുപ്പത്തിലാക്കുക. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദിവസങ്ങളെടുത്ത് ഒരുപാട് ചിലവ് വഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പല ജോലികളും ഈ ചിലവും ദിവസങ്ങളും ഒക്കെ ഒന്ന് കുറച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിന് സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളെ കാർഷിക മേഖലയിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരിക. ഈ ഒരു തൊഴിൽ പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൂടി ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം. 15 ദിവസം എടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണിത് കേട്ടോ. അതായത് ഡ്രോണിൽ നമ്മുടെ സഹോദരിമാർക്ക് ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഡ്രോൺ ഉപയോഗിക്കുക. പ്രധാനമായിട്ടും ഈ ക്രോപ്പ് മോണിറ്ററിങ്, അതേപോലെ തന്നെ ഫെർട്ടിലൈസർ സ്പ്രേയിങ്, ഈ പെസ്റ്റുകളെയൊക്കെ കണ്ടുപിടിക്കുക, പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കുക, ഇനി വിത്തുകളൊക്കെ വിതയ്ക്കുക, ഒരുപാട് ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് ലാൻഡ് ഒബ്സർവ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് മോർ ദാൻ 15,000 15,000 പരം വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, അതായത് വനിതാ സ്വയം സഹായക സംഘങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് കൊടുക്കുന്നതിനും ഡ്രോൺ കൊടുക്കുന്നതിനുമാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രോണിന് വേണ്ടി ചിലവാകുന്ന അല്ലെ ആകെ പൈസയുടെ മൊത്തം ചിലവിൻ്റെ 80% സെൻട്രൽ ഗവൺമെൻറ് നിർവഹിക്കും എന്നാണ് പറയുന്നത്. ബാക്കി ഡിഫറൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ഫണ്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകൾ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബാക്കി ലോണായിട്ട് അനുവദിക്കും. ഈ ലോണിന് വളരെ കുറഞ്ഞൊരു പലിശ നിരക്ക്, ഏതാണ്ട് 3% പോലെയൊക്കെയുള്ള പലിശ നിരക്കായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വുമൺ എംപവർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രധാനപ്പെട്ട സ്കീമുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിലൊക്കെ ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കാൻ പോകുന്ന ഒരു സ്കീമായിരിക്കും നമ്മുടെ ഈ ഡ്രോൺ ദീദി സ്കീം എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പോകട്ടെ. നമ്മുടെ നാട്ടിലെ ഒരുപാട് സഹോദരിമാർക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവട്ടെ. താങ്ക് യു.